ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല തേങ്ങ അരച്ചിട്ടുള്ള ഒരു തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറിയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനി ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് പറയാം. ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് കഴുകി വെച്ചിട്ടുള്ള ചൂരയാണ്. ഒരു 300 ഗ്രാം ചൂര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നീളത്തിലരിഞ്ഞ പച്ചമാങ്ങ, നീളത്തിലരിഞ്ഞ പച്ചമുളക്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി മുരിങ്ങയ്ക്ക നീളത്തിനരിഞ്ഞത്, 2ആയിട്ട് കീറി നീളത്തിനരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് തേങ്ങ. ഞാനിവിടെ ഒരു ജാറിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 300 ഗ്രാം ചൂരയ്ക്ക് ഒരു അരമുറി തേങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് തേങ്ങ ചേർത്തിട്ട് കറി വെക്കുന്നവരുണ്ട്, വളരെ കുറച്ച് തേങ്ങ ചേർത്തിട്ട് കറി വെക്കുന്നവരുണ്ട്. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തേങ്ങ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളകിന് എരിവിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി എപ്പോഴും മുളക് പൊടിയേക്കാട്ടിലും കുറച്ച് ചേർക്കാവൂ. മിക്കയിടത്തും മീൻകറിക്ക് മല്ലിപ്പൊടി ചേർക്കാറില്ല. തിരുവനന്തപുരത്ത് മീൻകറിക്ക് മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഉലുവ എന്ന് പറയുമ്പോൾ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്ത അരപ്പാണിത്. ഇത് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ അരഞ്ഞാൽ മതി. നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് ഗ്രൈൻഡായി വന്നാൽ മതി. ഇവിടെ നമ്മുടെ മീനിലേക്ക് ഇത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം. ഞാനിവിടെ അരപ്പും മീനും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് അടുപ്പിൽ വെക്കണം. അങ്ങനെയാണ് നമ്മൾ തിരുവനന്തപുരത്തുകാർ മീൻ വെക്കണം. അങ്ങനെയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ജാറ് കഴുകി ഇതിലേക്ക് ഒഴിക്കാം. സാധാരണ അല്ലാതെ അരപ്പ് ആദ്യമേ തിളപ്പിച്ചിട്ട് അതിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കുന്നവരുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ അരപ്പും മീനും എല്ലാം മിക്സ് ചെയ്ത് പുളിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അടുപ്പിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് വാളംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞതിലേക്ക് ചേർക്കാം. തിരുവനന്തപുരത്താണ് വാളംപുളി ചേർക്കുന്നത്. സാധാരണ എല്ലാവരും കുടംപുളിയാണ് ചേർക്കുന്നത്. നമ്മുടെ നാട്ടിൽ വാളംപുളിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം.
കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ സ്പൂൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ അരപ്പും മീനും എല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൂടി ചേർക്കാം. മീൻ മുങ്ങി നിന്ന് വേകാനുള്ള വെള്ളം ചേർത്താൽ മതിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും പുളിയും ഇനിയും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പുളി കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ പച്ചമാങ്ങ ഉപയോഗിക്കുന്നതാണ് ഞാൻ പുളി കുറച്ചത്. ഇവിടെ കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. നമുക്കിതിൽ അടുപ്പിൽ വെക്കാം. ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ ഒരു മൺചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ വെക്കണേക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മൺചട്ടിയിൽ വെക്കുന്ന മീൻകറിക്ക്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ, പച്ചമുളക്, നീളത്തിന് മുറിച്ച് വെച്ചേക്കുന്ന മുരിങ്ങയ്ക്ക, ഇതെല്ലാം നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂര ആയതുകൊണ്ടാണ് മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയും ചേർക്കുന്നത്. സാധാരണ നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ ടൊമാറ്റോ ആണ് ചേർക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട്. ഇതൊന്നും ചേർക്കാതെ തേങ്ങ മാത്രം അരച്ച് മീൻകറി വെക്കുന്നവരുണ്ട്. പിന്നെ ചൂര കറി വെക്കുമ്പോൾ കുറച്ച് മുരിങ്ങയ്ക്ക ഇടുന്നതായിരിക്കും രുചി. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്കത് ചട്ടി ഒന്ന് കറക്കി കൊടുക്കാം. ഇനി സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ചട്ടി ഒന്ന് കറക്കി വെച്ച് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇതിരുന്ന് കുറച്ചുകൂടെ വറ്റും. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എനിക്കധികം കറിവേപ്പില കിട്ടിയില്ല. കറിവേപ്പിലയുടെ നല്ല മണമുണ്ട്. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, നിർബന്ധമില്ല. ഇതൊഴിക്കുമ്പോൾ ഒരു നല്ല മണം വരും. പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പോൾ ഒരു നല്ല മണമായിരിക്കും. ഇതുവരെ നമ്മൾ വേറെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇവിടെ എനിക്കിഷ്ടം ഇങ്ങനെ വറ്റിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോടെ വേണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് എടുക്കാം.
ഇത് ചട്ടിയിലെ ചൂടുകൊണ്ട് വറ്റിയതാണ്. അപ്പോൾ നമ്മുടെ രുചികരമായ മീൻകറി തയ്യാറാണ്. നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ സ്റ്റൈലിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മീൻകറിയൊക്കെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കോട്ടയം സ്റ്റൈൽ മാത്രമല്ല തിരുവനന്തപുരം സ്റ്റൈലിലും മീൻകറി വെച്ച് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.